നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. എനിക്ക് എൻ്റെ ഡ്രസ്സ് പോലെ ഇരിക്കുന്ന എൻ്റെ ഡ്രസ്സ് വേറൊരാൾ വേറൊരു സ്ഥലത്ത് കാണുന്നതോ, എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വേറൊരാളെ കാണുന്നതോ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. എനിക്കറിയാം നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണത്. ഇങ്ങനൊരു പ്രശ്നം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബുട്ടീക്കൊക്കെ തുടങ്ങി വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പലരും സജസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ബൾക്കായിട്ട് ചെയ്തുകൂടാ, ഇവിടെ അങ്ങനത്തെ ഷോപ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ വിൽക്കുക, കുർത്തി സെയിൽ ചെയ്യുക, സാരി സെയിൽ ചെയ്യുക. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാനും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കസ്റ്റമൈസേഷൻ ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരു സാധനം ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിലാണ് എൻ്റെ ടാലന്റ്, അല്ലെങ്കിൽ അതിലാണ് എൻ്റെ ഇഷ്ടം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് നന്നായിട്ട് അറിയാം. ചെറിയൊരു കസ്റ്റമേഴ്സ് ഒരു തുണിയും കൊണ്ട് വന്നിട്ട് ഓക്കെ, ഇപ്പോൾ റെഡിമെയ്ഡ് സൽവാർ സെറ്റ് കൊണ്ട് ഒരു കസ്റ്റമർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ അതേസമയം ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു തുണി എടുത്തിട്ട് നീതുവിൻ്റെ ഡിസൈനിൽ ഇതൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും മണിച്ചിത്രത്താഴിലെ ഗംഗ മറ്റേ ആവരണം കണ്ട പോലെ ആ ഒരു മോഡിലോട്ട് ഞാൻ വരും. എനിക്ക് പിന്നെ അതിനകത്ത് ക്രിയേറ്റീവായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു സാധനം ചെയ്ത് അവരത് ഇട്ട് കാണുന്നവരെ എനിക്ക് അതിനകത്തൊരു സമാധാനമില്ല. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് പാഷൻ ഐ ഹാവ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബൾക്കായിട്ട് അടിക്കാനോ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുകയോ ചെയ്യാത്തത്. ഞാൻ തന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ പോകുമ്പോഴും എന്തും ഇടാം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പലർക്കും ഉണ്ട്. അതല്ല ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ പറയാം, ബാക്കിയുള്ളവരെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ആയിരിക്കില്ല ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഇടുന്നത്. ഞാൻ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ആയിരിക്കില്ല ഞാൻ ഈ സിറ്റിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലൊരു മെട്രോ സ്പേസിൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ അവർ ദാറ്റ്സ് ദ സെൻസ് ഓഫ് ഡ്രസ്സിംഗ് വിച്ച് വി ഷുഡ് ഹാവ്. ഇതിനെല്ലാം അനുയോജ്യമായി നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ, നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് പോകുമ്പോഴും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ റിസോർട്ടിൽ പോകുമ്പോൾ, നമ്മളൊരു ടെമ്പിളിൽ പോകുമ്പോഴും ഇവിടെയൊക്കെ പോകുമ്പോഴും നമ്മുടെ കൈൻഡ് ഓഫ് ദ ഡ്രസ് വി ചൂസ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ പ്ലേസ് വി ട്രാവൽ. എസ്തെറ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ ചെറിയ മൈന്യൂട്ടായി നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളായിരിക്കാം. കുറച്ച് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ അതിന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തരുന്ന ഒരു ഔട്ട്പുട്ട്, അതായത് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് വഴിയായിരിക്കാം, മറ്റുള്ളവരുടെ കമന്റ്സ് വഴിയായിരിക്കാം നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് വളരുന്നത് നമുക്കൊരു വേറൊരു ലെവലിലേക്കായിരിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡ്രസ്സിംഗ് സെൻസ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓടിച്ചെന്ന് വഴി സൈഡിൽ കാണുന്ന സാധനം മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു സ്പെൻഡ് ലിറ്റിൽ ടൈം. ഒരു 10 ഡ്രസ്സേ ഉള്ളെങ്കിലും ആ 10 ഡ്രസ്സ് യുണീക്ക് ആയിട്ട് നമ്മുടെ ബോഡി ടൈപ്പിന് ചേരുന്ന, നമ്മുടെ ഒക്കേഷൻസിന് ചേരുന്ന ആ ഒരു രീതിയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക.